എന്താടോ മീശേ തിളങ്ങുന്നല്ലോ. മേഡം, എല്ലാം മേഡത്തിന്റെ അനുഗ്രഹം കൊണ്ടാണേ. അല്ല, നിന്റെ കല്യാണ ദിവസത്തിന്റെ അന്ന് പെണ്ണും പിള്ളെ കൂട്ടിക്കൊണ്ട് വരാതെ ഇയാളെ എന്തിനാ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞെന്നറിയോ? അറിയില്ല മേഡം. ഇന്നലെ കുപ്പി വിറ്റതിൽ എത്രയാ കളക്ഷൻ കിട്ടിയെന്ന് പറ. ചേച്ചി, അത് ഇന്നലെ തന്നെ ശങ്കരന്റെ അടുത്ത് കൊടുത്ത് സെറ്റിൽ ചെയ്തായിരുന്നല്ലോ. കളക്ഷൻ എത്രയാണെന്നാ നിന്നോട് ചോദിച്ചേ? 2 കോടിയാ ചേച്ചി. 2 കോടിയല്ലേ? എന്നിട്ട് ചേച്ചി എന്നോട് ക്ഷമിക്കണം ചേച്ചി. 1.5 കോടി മുക്കിയെന്നുള്ളത് സത്യമാണ് ചേച്ചി. എന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കണം. മൊത്തം കളക്ഷൻ 3.5 കോടി ഉണ്ടായിരുന്നു. ചേച്ചി അറിയില്ലെന്ന് വിചാരിച്ച് വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്. എന്നോട് ക്ഷമിക്കണം ചേച്ചി, എന്നോട് ക്ഷമിക്കണം. നോക്കി നിൽക്കുന്ന എന്തിനാണ് മീശക്കാരൻ? എനിക്കൊന്നും അറിയില്ല. ഈ ദ്രോഹി കൂടെ കാല് വരുന്ന എനിക്ക് അറിയില്ലായിരുന്നു. മേഡത്തിന്റെ ഉപ്പും ചോറല്ല ഞാൻ ഇത്രയും കാലം കഴിച്ചുകൊണ്ടിരുന്നത്. മേഡം ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇവരെ ഞാൻ ഇപ്പൊ തന്നെ കൊന്നു തള്ളിക്കളയും. മേഡം, മേഡത്തിന്റെ സന്തോഷം എനിക്ക് വലുത്. ബംഗ്ലാവിലിരിക്കുന്ന അവൾക്ക് ഒരു കണക്കും അറിയാൻ പാടില്ലെന്ന് കരുതി അവളെ അങ്ങ് കബളിപ്പിക്ക എന്ന് നീ കരുതിയല്ലേ? വെട്ടിക്കണ്ടം തുണ്ടുവാക്കി കളയും. ഏതൊരാണിനെയും വിശ്വസിക്കാതെ തനിച്ച് രാഷ്ട്രീയത്തിൽ വന്നവളാണ് ഈ ഞാൻ. നീയൊക്കെ ഭിത്തിയിൽ കളം വരച്ച് കണക്ക് പഠിക്കുമ്പോഴേ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നടാ. ചുരുട്ടിയ 1.5 കോടിയും കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പുറപ്പെടാൻ നോക്ക്. ഇനി ഒരു പ്രാവശ്യം ഇങ്ങനെ എങ്ങനെ കാണിച്ചാലുണ്ടല്ലോ, നീ കൊണ്ടല്ലോ അവളെ നിന്റെ സ്ഥാനത്ത് ഞാൻ കൊണ്ടൊരു ഓർത്തോ. 1 സെക്കൻഡ് കൊണ്ട് നടുത്തെരുവിലിറങ്ങും. പിന്നെ നിന്റെ ഗതി ചായക്കടയാ. അങ്ങനെ എന്തിനാണ് നീ കട്ടു തിന്നാൻ നോക്കുന്നേ? ഉണ്ടാക്കുന്നതിൽ 10% കമ്മീഷൻ നീ എടുക്കുന്നില്ലേ? അതും പോരാഞ്ഞിട്ട് എന്റെ പണത്തിൽ കൈവെക്കാൻ മാത്രം എങ്ങനെയാണ് നിനക്ക് ധൈര്യം ഉണ്ടായത്? കുനിഞ്ഞ് അങ്ങ് വിനയം കാണിച്ച ഞാൻ വിശ്വസിക്കുന്നു വിചാരിച്ചോടാ? അതുകൊണ്ട് തന്നെയാടാ നിന്നെയൊക്കെ വെക്കണ്ടടുത്ത് തന്നെ ഞാൻ വെച്ചിരിക്കുന്നത്. ചേച്ചി, ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യില്ല ചേച്ചി. എന്നോട് ക്ഷമിക്കണം ചേച്ചി. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. എന്റെ വീൽ ചെയറിന്റെ ടയർ നക്കിക്കൊണ്ട് കിടക്കാൻ പറ്റുമെങ്കിൽ നീയൊക്കെ കിടന്നു. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല പഠിച്ചവനെ പോലെയുണ്ട്. പ്ലീസ്, ഞാൻ പറയുന്നത് ദൈവത്തെ ഓർത്തൊന്ന് കേൾക്ക്. ഇവരെക്കുറിച്ച് നിനക്കറിയില്ല. ഇവരൊക്കെ വെറി പിടിച്ച മൃഗങ്ങളാണ്. നീ സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ ഇഞ്ചിഞ്ചായി ചതച്ച് പിഴിഞ്ഞെടുത്തിട്ട് ചവിട്ടി മതിച്ച് അവരങ്ങ് പോകും. സത്യം പറഞ്ഞോ? അതാ ചോദിച്ചോണ്ടിരിക്കുന്നത്. ഞാനങ്ങ് നിനക്ക് എത്ര കിട്ടിയാലും നീ സത്യം പറയില്ല അല്ലേ? പറയടാ. സത്യമായിട്ട് സാറ് വേണമെങ്കിൽ സാർ എന്നെ പറ്റുമെന്ന് അന്വേഷിച്ച് നോക്ക്. സത്യമായിട്ട് ഞാനല്ല സാറേ. എല്ലാ ക്രിമിനൽസും ഇത് തന്നെയല്ലേ പറയുന്നേ? അതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്ന. പറയടാ. അല്ല സാർ, ഞാനല്ല സാറേ. എടാ, മര്യാദയ്ക്ക് കുറ്റം സമ്മതിച്ചോ? അടികൊള്ളാതെ രക്ഷപ്പെടാം. ഇല്ലെങ്കിലുണ്ടല്ലോ ചവിട്ടി നിന്റെ. ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ. മോനെ, എങ്ങനെയാ പറയണേ? എങ്ങനെയാണ് കാര്യങ്ങൾ ലീക്കായത്? പറയണ, നിന്നെ വിശ്വസിച്ചാലേ പറ്റൂ. വിശ്വസിക്കണം സാറേ. 3 വർഷം സാറിന്റെ കൂടെ തന്നെയല്ലേ ജോലി ചെയ്തത്.
എടാ രക്ഷപ്പെടാ, രക്ഷപ്പെട്, വേഗം പോടാ, എടാ എഴുന്നേറ്റ് പോടാ, ഓടാ, ഞാൻ നോക്കിക്കോളാം, നീ പോ, ഓടാ. സാർ, അഗ്നി ഇപ്പൊ എവിടെയാ? അരുണ കേസിന്റെ എൻക്വയറി ഇല്ല സാർ. അവരുടെ ഫ്രണ്ട് സൂര്യയെ കൊല്ലാൻ നോക്കി സാർ. സൂര്യയുടെ അടുത്ത് ഉദയുണ്ട് ഹോസ്പിറ്റലാ. ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല അഗ്നി. അരുണ കൊലക്കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. എവിഡൻസ് എല്ലാം സ്ട്രോങ് ആണ്. അവനാണ് കുറ്റവാളിയെന്ന് കൺഫേം ആയി. നിങ്ങൾ ഇനി ഈ കേസ് അന്വേഷിക്കണ്ട. തീർച്ചയായിട്ടും സാർ ഈ പറയുന്നതായിട്ട് ഒരു ബന്ധവുമില്ല സാർ. ഈ കേസിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട് സാർ. എനിക്കിത് കണ്ടുപിടിച്ചേ പറ്റൂ സാർ. പ്ലീസ് ഗീവ് മീ സം ടൈം സാർ. മറ്റുള്ള കേസുകൾ പോലെ ഇതിനെ കാണരുത്. ദിസ് കേസ് ഈസ് വെരി സെൻസിറ്റീവ്. സപ്പോസ് അവനെ ആരെങ്കിലും പുറത്തു കൊണ്ടുവന്നാലും പോലീസ് കൈക്കൂലി വാങ്ങി പുറത്തുവിട്ടതാണെന്ന് നാണം കെടുത്തു. അതുകൊണ്ട് ഒരു നിരപരാധിയെ കുറ്റക്കാരനാക്കിയിട്ട് കേസ് ക്ലോസ് ചെയ്യണമെന്നാണോ? അഗ്നി, മൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങൾക്കവൻ നല്ലവനായിരിക്കാം, പക്ഷേ അക്കോർഡിംഗ് ടു ദിസ് കേസ് അവനൊരു കൾപ്രേറ്റ് ആണ്. ഞാൻ ഉറപ്പിച്ച് പറയാം സാർ, അവൻ ഒരു ഇന്നസെന്റ് ആണ്. ഇനി അവനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ എന്നെ മറികടന്നേ കൊല്ലാൻ പറ്റുള്ളൂ സാർ. എന്താ വെല്ലുവിളിക്കാണോ? ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു ചക്രമാണ്. അതിൽ നീ ഒരു ചെറിയ പാർട്ട്, അത്രേ ഉള്ളൂ. എൻ്റെ ഓർഡർ മറികടന്നുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ചുമ്മാ വിവരക്കേട് കാണിക്കില്ല അഗ്നി. അഗ്നി, എന്താണെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് സാർ സംസാരിക്കും. ഒരു മിനിറ്റ് സാർ, പറയുന്നത് കേക്ക് സാർ. അല്ല ചാൾസേ, എന്തുവാടോ ഈ കേൾക്കുന്നത്? ഇതുവരെ യാതൊരു പ്രശ്നവുമില്ല. അഗ്നിദേവ് എന്റെ കൺട്രോളിൽ തന്നെ. എന്താ കേട്ടില്ല? അല്ല, നമ്മുടെ കൺട്രോൾ തന്നെ ഉണ്ടെന്ന് പറഞ്ഞതാ. അവൻ ഈ കേസിൽ ഇൻവോൾവ് ആയിരുന്നില്ലെങ്കിൽ കേസ് അന്നേ ക്ലോസ് ചെയ്തേനെ. നമ്മുടെ സമയദോഷം. അവൻ കാരണം നമുക്കാ തലവേദന. ഇനി അവൻ ഈ കേസിലൊന്നും മിണ്ടില്ല. അത് പിന്നെ ചാൾസേ, എന്റെ വിഷയത്തിൽ തലയിടുന്ന എല്ലാറ്റിനെയും ഞാൻ നോട്ടം വെച്ചിരിക്കുകയാണ്. എനിക്കെല്ലാം അറിയാം. രാഷ്ട്രീയത്തിലുണ്ടല്ലോ, സ്വപ്നത്തിൽ വരുന്ന വിരോധികളെ പോലും യാഥാർത്ഥ്യത്തിൽ ഇല്ലാതാക്കി കളയണം. അല്ലെങ്കിലേ പ്രതീക്ഷിക്കാത്ത നേരത്ത് നമ്മളെ കേറി അങ്ങ് കൊടയും. ഞാൻ നോക്കിക്കോളാം. താൻ അങ്ങനെ പറയും. നാളെ അവൻ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചാലുണ്ടല്ലോ, തോനിക്കും കൂടി കിട്ടും അതിന്റെ പ്രതിഫലം. പറഞ്ഞേക്കാം. അയ്യോ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിങ്ങളുടെ പുറകിലുള്ള നെറ്റ്വർക്ക് കണ്ടുപിടിച്ചാലല്ലേ അവന് നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റൂ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഒന്നും സംഭവിക്കില്ല. എല്ലാം ഞാൻ ഏറ്റു. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എല്ലാം എനിക്കറിയാം. എടാ, ഞാൻ ആ രാജയെക്കുറിച്ച് മീംസ് ഒക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ, എന്തായി? The memes has been uploaded in all social media and all online platforms. നിർത്ത്. എന്ത് തെങ്ങും ചാരിയൊന്നും പെണ്ണിനെ അടിച്ചോട്ട് പോയപോലെ എന്തൊക്കെയോ പറയുന്നല്ലോ നീ കേരളത്തിൽ ജനിച്ചവനല്ലേടാ? മലയാളത്തിൽ പറഞ്ഞാൽ മതി. മീംസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 40,000 അക്കൗണ്ടിലേക്ക് ഷെയർ ആയിട്ടുണ്ട്. നാളെ നേരം വെളുക്കുമ്പോഴേക്കും 1,00,000 മേലെ ആകും. ആകട്ടെ. എഴുന്നേക്കടാ. നീ പറ, സത്യം പറ. നീ ആരടാ? പറയടാ. നിക്കടാ. വണ്ടി നിർത്തണം. കമ്മീഷണർ സാറേ, അഗ്നിദേവിന് ഒരു തുമ്പ് പോലും കിട്ടില്ല. എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എന്താടാ പറയടാ. ഗുരു, ഇവിടെ എല്ലാം തലയിലായിട്ടാണ് നടക്കുന്നത്. എന്തു പറ്റിയടാ? സൂര്യ ഹോസ്പിറ്റൽ വെച്ച് ആരോ കൊന്നു. എന്തുവാടാ പറഞ്ഞേ? എങ്ങനെയാടാ സംഭവിച്ചത്?